പ്രിയരെ നമസ്കാരം. നിങ്ങളെപ്പോഴെങ്കിലും ജീവിതത്തിൽ നിങ്ങൾ നിഴലായി മാറിയിട്ടുണ്ടോ? നിഴലായി തോന്നിയിട്ടുണ്ടോ? എല്ലാം ഇരുളടഞ്ഞതുപോലെ, പ്രതീക്ഷകൾ അസ്തമിച്ചതുപോലെ ഒരു തോന്നൽ, ഒരു ദിനം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. എൻ്റെ ജീവിതത്തിലും അങ്ങനെ ചില ദിനങ്ങളുണ്ടായിരുന്നു, ചില സമയമുണ്ടായിരുന്നു എന്നുള്ളത് വെളിപ്പെടുത്താൻ എനിക്ക് യാതൊരു മടിയുമില്ല. കാരണം എൻ്റെ സ്വപ്നങ്ങൾ എന്നെ തന്നെ മറന്ന് ആ ഇരുളടഞ്ഞ ദിനങ്ങളിലൂടെ യാത്ര തുടർന്ന് ഇരുളടഞ്ഞ ദിനങ്ങളിൽ മൂകനായിരുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോൾ. പക്ഷേ ആ നേലുകൾ ശാശ്വതമല്ലെന്ന് ഭഗവത്ഗീത എന്നെ ഓർമ്മിപ്പിച്ചു. ഓരോ വീഴ്ചയിലും ഓരോ പാഠമാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. ഓരോ ഇരുട്ടും വരാനിരിക്കുന്ന വെളിച്ചത്തിൻ്റെ ഒരു നല്ല കാത്തിരിപ്പായി ഞാൻ കണ്ടെത്തി. അങ്ങനെയാണ് മാറ്റത്തിൻ്റെ ഒരു തിരികൊളുത്താൻ എനിക്ക് സാധിച്ചത്. ആദ്യം ഞാൻ ചെയ്തത് എന്നെ തന്നെ കാണാനാണ് ശ്രമിച്ചത്. മറ്റുള്ളവർ എന്ത് എന്നെക്കുറിച്ച് പറയുന്നു എന്നുള്ളതും വിചാരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഞാനങ്ങ് മറന്നു. ഞാനതങ്ങ് വിട്ടു. കാരണം എൻ്റെ ശക്തിയെയും എൻ്റെ കഴിവിനെയും കുറിച്ചോ എനിക്ക് ബോധ്യപ്പെടുത്താൻ എനിക്ക് സാധിച്ചു. അതിന് ഭഗവത്ഗീത എന്നെ ഏറെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് ഞാൻ സ്വപ്നം കണ്ട നിഴലുകൾക്കപ്പുറം ഞാൻ കാണാൻ ആഗ്രഹിച്ച ചില സ്വപ്നങ്ങളുടെ സാങ്കല്പികമായ യാത്രകൾ ഞാൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ സൃഷ്ടിക്കപ്പെട്ട സാങ്കല്പിക യാത്രയിൽ ഞാനങ്ങ് എഴുന്നേറ്റു. അവിടേക്ക് യാത്ര തുടരാമെന്നുള്ളത്. നേലുകൾ കാണാൻ ഞാൻ ആഗ്രഹിച്ചില്ല. കാരണം ആ നേലുകൾ എൻ്റെ മാറ്റപ്പെട്ട ജീവിതത്തിൻ്റെ ചില ദിനങ്ങളായിരുന്നു. കാരണം നേലുകൾ എൻ്റെ യാത്രയെ പ്രചോദിപ്പിച്ച ദിനങ്ങളുമാണ് എന്നും എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചു. നോക്കൂ, ഇന്ന് പൂർണ്ണമായും നമ്മളാരും വെളിച്ചത്തിലെത്തിയിട്ടില്ല. നമ്മളാരും വിചാരിച്ച സ്വപ്നങ്ങളുടെ അടുത്തെത്തിയിട്ടില്ല. പക്ഷേ എനിക്ക് പറയാം, ഞാൻ എന്നെ തന്നെ വഴിയിൽ തിരഞ്ഞെടുത്തു എന്നുള്ളത്. നോക്കൂ, ഇപ്പോൾ പലരും വിഷമഘട്ടത്തിൽ ഇരിക്കുന്ന കാലഘട്ടമാണ്. അർജുനൻ്റെ ഭഗവത്ഗീതയിൽ ആദ്യം പറയുന്ന അവസ്ഥയാണ്. വിഷാദരായി പലരും ദുഃഖിച്ചിരിക്കുകയാണ് നിഴലിനെ പേടിച്ച്. പക്ഷേ നമ്മൾ ആ പേടിച്ചിരിക്കിൽ നിന്ന് മാറണോ വേണ്ടയോ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമ്മുടെ ഉള്ളിലുള്ള പ്രകാശത്തെ നമ്മൾ ഉയർത്താൻ ശ്രമിക്കുക. അതിന് പ്രചോദനങ്ങളായ പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംവദിക്കുക, അവരോട് നമ്മൾ ഇടപെടുക. നിങ്ങളുടെ വേദനകളെയും പരാജയങ്ങളെയും നിങ്ങളുടെ ശക്തമായ കഥയാക്കി മാറ്റുക. അതെ, ആ നിഴലുകളെ എങ്ങനെയാണ് അതിലൂടെ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നുള്ളത്, നമ്മുടെ ചിന്തകളെയും ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായി നമ്മൾ ചെയ്യേണ്ട അടിസ്ഥാനം. പക്ഷേ പലരും ആ യാത്രയിലാണോ എന്ന് ചിന്തിക്കുക. നിങ്ങൾ ആ യാത്രയിലാണെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ കമൻറ്റ് ബോക്സ് തയ്യാറായിട്ടുണ്ട്. എൻ്റെ ഈ ചെറിയ പ്രചോദന കഥ പലർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പരസ്പരം പ്രചോദനങ്ങളായി മുന്നോട്ട് യാത്ര തുടരാം. വേദനകൾ മാറ്റിമറിക്കാൻ നിഴലുകളെ നമ്മൾ ആശ്രയിക്കരുത്. കാരണം വെളിച്ചത്തെ പുൽകാൻ നമ്മൾ ശ്രമിക്കുക. അസതോമാ സത്കമയ തമസോമാ ജ്യോതിർഗമയ മൃത്യുമാ അമൃതങ്ങൾ.